147 നിയമസഭാ സീറ്റുകളുള്ള ഒഡീസയിൽ ഇത്തവണ അധികാരം BJDക്ക്, അതായത് ബിജു ജനതാദളിന് ലഭിക്കുകയില്ല എന്ന ചില ആഭ്യന്തര സർവേ പുറത്തു വരുമ്പോൾ നവീൻ പട്നായിക്കിന് അങ്കലാപ്പാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെ കാലമായി നവീൻ പട്നായിക്കിനുള്ള അധികാരം, അദ്ദേഹത്തിനുള്ള ജനപ്രീതി, അദ്ദേഹത്തിന് ഒഡീസയിൽ കിട്ടുന്ന അംഗീകാരം, ഇതൊന്നും മറ്റൊരു പാർട്ടിക്കും ലഭിക്കുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കോൺഗ്രസോ BJPക്കോ ഒന്നും തന്നെ അവിടെ നേട്ടം കൊയ്യാൻ ആകുന്നില്ല. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് പതിവ് തെറ്റിച്ച് അവിടെ 8 ലോക്സഭാ സീറ്റുകൾ നേടാൻ കഴിഞ്ഞു. BJDക്ക് 21-ൽ ആകെ ലഭിച്ചത് 12 ലോക്സഭാ സീറ്റുകൾ മാത്രമാണ്. ഒരു സീറ്റ് കോൺഗ്രസ് നേടുകയും ചെയ്തു. ഇത്തരത്തിലേക്കാണ് അവിടുത്തെ കണക്കുകൾ. എന്നാൽ ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJDക്ക് വലിയ നഷ്ടം വോട്ട് ചോർച്ചയിൽ ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് പോൾ അലയൻസ് കോൺഗ്രസുമായി വേണം എന്ന BJD നേതാക്കളുടെ ആവശ്യത്തോട് വലിയ രീതിയിൽ അംഗീകരിക്കണം എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ മാറ്റുകയാണ് നവീൻ പട്നായിക്. അതായത് കോൺഗ്രസ് നേതാക്കളെ കണ്ട് ഒരു വലിയ ചർച്ചയിലേക്ക് പോകാൻ നവീൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസുമായി അടുപ്പത്തിലല്ലാത്ത, എന്നാൽ BJPയുമായി പലതവണയും പല കാര്യങ്ങളിലും അടുപ്പം കാത്തുസൂക്ഷിച്ച നവീൻ പട്നായിക് എന്തുകൊണ്ട് ഇത്തരത്തിലേക്ക് ഒരു തീരുമാനം എടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. BJPയുടെ ഹൈപ്പ് എന്ന് പറയുന്നത് മറ്റ് പാർട്ടികളെ തകർത്തുകൊണ്ടാണ്. നവീൻ പട്നായിക്കിന് 2000-ൽ അധികാരത്തിലേക്ക് വന്നപ്പോൾ BJPയുമായിട്ടുള്ള സഹകരണം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു നവീൻ പട്നായിക് മന്ത്രിസഭയിൽ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. BJPക്കാരിയായിരുന്ന ഒരു നേതാവായിരുന്നു ആദ്യകാലത്ത് ദ്രൗപദി മുർമു. എന്നാൽ അവിടെ കൃത്യമായി പറയേണ്ടത്, നവീൻ പട്നായിക് പിന്നെ പടിപടിയായി ഒറ്റയ്ക്ക് ഭൂരിപക്ഷം എന്ന നിലയിലേക്ക് വരികയും BJDയെ ഒറ്റയ്ക്ക് ഒഡീസ എന്ന സംസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തിക്കാൻ കാതലായ കാരണങ്ങൾ അവിടെ ഉണ്ടാക്കിയെടുത്തു. അന്തരിച്ച ജനതാദൾ നേതാവായിട്ടുള്ള ബിജു പട്നായിക്കിൻ്റെ ഇരട്ടിയിലേറെ ജനസമ്മതി നവീൻ പട്നായിക് ഒരു കാലത്ത് നേടിയിരുന്നു. എന്നാൽ ആ ജനസമ്മതി കുറഞ്ഞു വരുന്നു എന്ന് മനസ്സിലാക്കവേ അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുന്ന BJP തന്നെയാണ് അവിടെ നമ്പർ 1 സ്പോയിലറായി നവീൻ പട്നായിക്കിൻ്റെ വോട്ടുകൾ വിഴുങ്ങുന്നത്. BJDയുടെ വികസന ഫോർമുല ഒന്നും തന്നെ യേശുന്നില്ല പഴയതുപോലെ എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, 2 പതിറ്റാണ്ട് കാലമായി ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അത് കൃത്യമാണ്. നാളിതുവരെയായി പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആധിപത്യം ഇല്ലാതിരുന്നതാണ് അവിടെ BJDക്ക് അധികാരം ലഭിക്കാനുള്ള പ്രധാന കാരണമായിരുന്നത്. എന്നാൽ ഇത്തവണ കോൺഗ്രസും രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. കോൺഗ്രസിനും കുറേയധികം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും സീറ്റുകളുടെ എണ്ണത്തിൽ വർദ്ധിപ്പിക്കാനും ലോക്സഭയിൽ 4 മുതൽ 6 വരെ നേടാനും കെൽപ്പുണ്ട് എന്ന് തന്നെയാണ് പ്രാദേശിക ഘടകം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് എത്രത്തോളം ഒഡീസയിൽ പ്രതിഫലിക്കുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്.